ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പൊ നമ്മള് മീനില് ഒരു വെറൈറ്റി ഐറ്റം പിടിച്ച് പറ്റുകയാണെങ്കിൽ ചെയ്ത് നോക്കുക, അടിപൊളിയാണ്. നമ്മള് വളരെ കുറച്ച് മീനെ വാങ്ങിച്ചുള്ളൂ കേട്ടോ, ഏകദേശം 500 ഗ്രാം മീനെ വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പോൾ ക്ലീൻ ആക്കി ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്കുള്ള മറ്റ് ഐറ്റം കൂടി നോക്കാം കേട്ടോ. അപ്പൊ ഇഞ്ചി വെളുത്തുള്ളി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കുത്തിയെടുക്കണം. പേസ്റ്റ് ആക്കണ്ട, നമ്മൾ അവരെല്ലാം കുത്തിയെടുത്തിട്ട് അത് നമുക്ക് മീനിലേക്ക് ചേർക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് നമ്മുടെ പൊടികൾ ചേർത്തെടുക്കാം. നമുക്ക് ആദ്യം നമ്മുടെ മീനൊന്ന് പൊരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ചേർക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ പൊടിക്കൂട്ടുകൂടി ചേർക്കാം കേട്ടോ. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മുളക് പൊടി, അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മീനിലേക്കുള്ള മസാല ഏകദേശമായി. ഇനി എന്ത് ചെയ്യാം, നല്ല പോലെ മിക്സ് ചെയ്യാം കേട്ടോ. നല്ല പോലെ മിക്സ് ചെയ്യാം. ഇത് ഈ ഒരു മസാലയൊക്കെ എല്ലാ കഷ്ണങ്ങളിലും പിടിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ സമയമെടുത്ത് മിക്സ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കണം. ആ സമയത്ത് നമുക്ക് അതിലേക്ക് ചേർക്കാനുള്ള ഒരു ഗ്രേവി കൂടി ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ അതിന്റെ പണി നമുക്ക് ചെയ്യാം. നമ്മൾ മസാല തേച്ച ആ മീൻ നമ്മളൊന്ന് മാറ്റി വെക്കണം കേട്ടോ. ഇത് കുറച്ച് സമയം ഇവിടെ നിന്ന് ഒരു മസാല പിടിക്കട്ടെ. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്കുള്ള ഒരു ഗ്രേവി ഒന്നും കൂടെ ഉണ്ടാക്കാനുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉണക്കമുളക്, 4 ഉണക്കമുളക് എന്ത് ചെയ്യാണ്, നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ. ഇത് മിക്സിയിലിട്ട് അടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ നല്ല രീതിയിൽ ഒന്ന് മുരിഞ്ഞു വന്നാലാണ് ഇത് നമുക്കൊന്ന് അടിച്ചെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അതേപോലെ തന്നെ കുറച്ച് ചെറിയ ഉള്ളിയാണ് കേട്ടോ ഇതിൽ പ്രധാനപ്പെട്ട ഘടകം. അപ്പോൾ കുറച്ചല്ല, ഏകദേശം ഒരു 100 ഗ്രാമിന്റെ മേലെ ഉണ്ടാവട്ടെ ചെറിയ ഉള്ളി. അതും ഇതേപോലെ തന്നെ ഒന്ന് വാട്ടിയെടുക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചെറിയ ഉള്ളി ഏകദേശമൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഉണക്കമുളകിന്റെ കൂടെ ചേർക്കാം കേട്ടോ. നമ്മൾ ഇതിനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടുന്നു, ഒന്ന് അടിച്ചെടുക്കുന്നു കേട്ടോ. നമുക്ക് ഇത് അവസാനം ചേർക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഏകദേശം ഉള്ളി റെഡിയായി, ഉണക്കമുളക് റെഡി ആയിട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ചെറിയൊരു കഷ്ണം പുളി കൂടി ഇട്ടിട്ട് നമ്മളിതൊന്ന് നമ്മുടെ ജാറിലിട്ടിട്ട് ഒറ്റ അടിയോട് കൂടിയിട്ട് നമ്മുടെ പരിപാടി കഴിയും കേട്ടോ. അപ്പൊ നമ്മുടെ അടിക്കാനുള്ള ഉണക്കമുളക്, അതേപോലെ തന്നെ ചെറിയ ഉള്ളി, ഒരു കഷ്ണം ചെറിയ ആവശ്യത്തിന് പുളി കേട്ടോ. പുളിയൊക്കെ ശ്രദ്ധിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് മാറിപ്പോകും കേട്ടോ. അപ്പോൾ ചെറിയൊരു കഷ്ണം പുളി കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. റെഡിയാക്കി വെച്ച നമ്മുടെ പേസ്റ്റ് നമുക്കൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇത് അവസാന ഘട്ടത്തിലാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ ഇനി നമുക്ക് മീൻ വറുത്തെടുക്കാനുള്ള പരിപാടിയിലേക്ക് കിടക്കാം കേട്ടോ. ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു, ഒരു കറിവേപ്പില മേലെ വെച്ചിട്ടാണ് നമ്മൾ പൊരിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മീൻ നമ്മൾ വറുത്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ എണ്ണ ചൂടായി, നമ്മൾ ഓരോ കഷ്ണങ്ങളായിട്ട് വറുത്തെടുക്കുകയാണ് കേട്ടോ. നമ്മൾ ഒരു ചട്ടിയിൽ ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് വറുത്തെടുത്തു കേട്ടോ. 2 ഘട്ടങ്ങളായിട്ടൊന്നും ഒന്നുമില്ല, കുറച്ച് മീനേ ഉള്ളൂ. അപ്പോൾ ഒരു ഒറ്റ ഘട്ടമായിട്ട് തന്നെ എന്ത് ചെയ്തു, നമ്മൾ മീനെല്ലാം വറുത്തെടുത്തു കേട്ടോ. എല്ലാം ഒന്നിച്ചിടുമ്പോൾ കരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻ ഏകദേശം ആയിട്ടുണ്ട്, നമുക്ക് മാറ്റി വെക്കണം. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഗ്രേവി ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ചട്ടി വെച്ചു, അതിലേക്ക് എണ്ണ ഒഴിച്ചു. എണ്ണ ഏകദേശം ചൂടായ സമയത്ത് നമ്മൾ കടുക് ഇട്ടു കേട്ടോ. അതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളി ചെറിയ രീതിയിൽ അരിഞ്ഞെടുത്തത് ഇതിലേക്ക് ചേർക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻ അവിടെ റെഡിയാണ്. അപ്പോൾ നമ്മുടെ ചെറിയ ഉള്ളി ഇതിലേക്ക് ചേർക്കണം കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 10-20 ഉള്ളിയോളം ഉണ്ട് കേട്ടോ. ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞെടുത്തതാണ് കേട്ടോ. അതിലേക്ക് നമുക്കിനി വെളുത്തുള്ളി കൂടി ചേർക്കണം. അതേപോലെ തന്നെ 2 കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത് കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടികൾ ഇവിടുത്തെ ഏകദേശം തീരും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഐറ്റത്തിന്റെ പേര് മീൻ പെരട്ട് എന്നാണ് കേട്ടോ. അപ്പോൾ പരമാവധി നമുക്ക് കഷ്ണമീനുകൾ തന്നെ എന്ത് ചെയ്യുക, വാങ്ങിക്കാൻ ശ്രമിക്കുക. കഷ്ണമീനാണ് ഉറപ്പുള്ള മീൻ. മറ്റ് ചെറിയ മീനുകൾ നല്ല രീതിയിൽ ഉറപ്പുണ്ടാവില്ല, അപ്പോൾ പൊടിഞ്ഞു പോകാനൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ വെളുത്തുള്ളി ഇട്ടു, ഇഞ്ചി ഇട്ടു കേട്ടോ. നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. ഇനി നമുക്ക് കറിവേപ്പില കൂടി, ഒരു അല്ലി കറിവേപ്പില കൂടി നമുക്ക് ചേർക്കാനുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഉള്ളിയുടെ ഈ ഗ്രേവി നല്ല രീതിയിൽ മൂത്ത് വരുന്ന സമയത്താണ് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള ആ ഒരു പുളി, അതേപോലെ തന്നെ ചെറിയ ഉള്ളി, ഉണക്കമുളകിന്റെ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, അത് ചേർക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഈ ഒരു വെറൈറ്റി ഐറ്റം ആണ്. നമ്മൾ എന്നും ഈ ഒരു വറുത്തതും അതിൽ കറി വെക്കുന്നതും മാത്രമല്ല, ഇതേപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം കൂടി ഉണ്ട്. അതൊക്കെ ഒന്ന് ഇടയ്ക്കൊന്ന് ശ്രമിച്ചു നോക്കട്ടോ ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ തെരണ്ടി ചമ്മന്തി ചെയ്തിരുന്നു കേട്ടോ. നമ്മുടെ യൂട്യൂബിൽ വീഡിയോ ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഒരു ഐറ്റം ആണ്, വെറൈറ്റി ടേസ്റ്റ് ആണ് കേട്ടോ. നമ്മൾ എന്നും വെക്കുന്ന പോലുള്ള അങ്ങനത്തെ ഒരു വിഭവമൊന്നുമല്ല. പല കൂട്ടുകൾ വരുമ്പോൾ അതനുസരിച്ചുള്ള ടേസ്റ്റ് മാറും കേട്ടോ. അപ്പൊ നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള പേസ്റ്റ് കൂടി എന്ത് ചെയ്യാണ്, ഇതിലേക്ക് ചേർക്കണം കേട്ടോ. അപ്പോൾ ഇതിലും മെയിൻ ആയിട്ടുള്ള ഐറ്റം ചെറിയ ഉള്ളിയാണ്. നമ്മുടെ നേരത്തെ ഇപ്പോൾ ചട്ടിയിലുള്ള പേസ്റ്റിന്റെയും പ്രധാനപ്പെട്ട ഐറ്റം ചെറിയ ഉള്ളി. അപ്പൊ ചെറിയ ഉള്ളിയാണ് ഇതിന്റെ മെയിൻ ഘടകം. അപ്പൊ ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം കേട്ടോ. ഈ ഒരു പുളി അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഗ്രേവി
നമുക്ക് ഈ ഒരു ഗ്രേവി മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള മീന് കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടികൾ ഏകദേശമൊക്കെ കഴിയും കേട്ടോ. അപ്പോൾ ഈ ഒരു പേസ്റ്റ് നല്ല രീതിയിൽ കരിയാത്ത രീതിയിൽ നമ്മൾ ഇളക്കി കൊടുക്കുക കേട്ടോ. കരിയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ച് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞു കഴിഞ്ഞാൽ അത് അടിയിൽ പിടിക്കും. അപ്പോൾ അതിന്റെ ടേസ്റ്റ് മാറും കേട്ടോ. കരിഞ്ഞ രുചിയാവും പിന്നെ വരിക. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്നുകൂടി മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്രേവി ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇനി എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള മീൻ കഷ്ണം കൂടി ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മീൻ പെരട്ട് ഏകദേശം റെഡി ആവും കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വിഭവങ്ങൾ കൂടി ഒന്ന് ശ്രമിച്ചു നോക്കുക. എപ്പോഴെങ്കിലും ഒക്കെ സമയം കിട്ടുമ്പോൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഒരു നല്ല ഒരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മീന് ഇതിലേക്ക് ചേർക്കാൻ പോവാണ് കേട്ടോ. നല്ല രീതിയിൽ വറുത്ത് എടുത്തിട്ടുള്ള നമ്മുടെ കഷ്ണമീനാണ്, ചൂരയാണ് മീന്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർക്കുകയാണ് കേട്ടോ. ചേർത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. ഇത് ചേർത്ത് കൊടുത്തിട്ടും നല്ല രീതിയിൽ ഇളക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു മസാല അടിയിൽ പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഇളക്കിൽ നിർത്താതെ വേറെ എവിടെ ശ്രദ്ധ പോവാത്ത രീതിയിൽ എന്ത് ചെയ്യുക, ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻ പെരട്ട് ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതെടുത്ത് സെർവ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ. കാണാനും ഭംഗിയുണ്ട്, അതേപോലെ തന്നെ അടിപൊളി രുചിയാണ് കേട്ടോ. നമ്മൾ നമ്മുടെ പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഏകദേശമൊക്കെ ഭക്ഷണം കഴിക്കാനുള്ള സമയമായിട്ടുണ്ട്. ഏകദേശം രാത്രി 8 മണിക്ക് ശേഷമാണ് നമ്മൾ പരിപാടികളൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ രാത്രിയിൽ എല്ലാവരും ഒന്നിച്ചിട്ടാണ് കഴിക്കാറ്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് നമുക്കിനി എന്ത് ചെയ്യാം, ഇത് നമ്മുടെ പ്ലേറ്റിലേക്ക് വിളമ്പാട്ടോ. അപ്പൊ നമ്മൾ ചോറ് തന്നെയാണ് ഇന്ന് രാത്രി ഉള്ളത്. അപ്പൊ നമ്മൾ ചോറിലേക്ക് എന്ത് ചെയ്യാണ്, നമ്മൾ ഇത് വിളമ്പിയിട്ട് നമ്മൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കണം കേട്ടോ. ഇതേപോലുള്ള അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതേപോലെ തന്നെ വീഡിയോ കാണുന്ന ആൾക്കാർ ഒരു ലൈക്ക് തന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതേപോലുള്ള അടിപൊളി വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനിയും തിരിച്ചു വരും. അപ്പോൾ ബായ്.